ഷൈൻ ഏറ്റവും നന്നായി മാനേജ് ചെയ്തിരുന്നപ്പോൾ ഡാഡിയായിരുന്നു ഡാഡി എല്ലാ കാലത്തും. നമ്മളതിൽ മാക്സിമം പിടികൊടുക്കാതെ ഓടി ഓടി വഴുതി പോവായിരുന്നെങ്കിലും, കാരണം ഡാഡി മമ്മി മാനേജ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഗാർഡിയൻ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ മാനേജിങ് കൂടി ഉണ്ടല്ലോ. നമ്മള് ഈ വഴിയിൽ നല്ല വഴിയിൽ വരണം എന്നുള്ളത്. അത് ചില സമയങ്ങളിൽ നമുക്ക് അത്രയ്ക്കും കണ്ട് നന്നാവണ്ട, അത്രയും കാറ്റ് വേണ്ടെന്ന് പറയില്ല. അതുപോലെ അതെല്ലാം എല്ലാവരിലും ഉണ്ടാവാം. പക്ഷെ അത് പോയി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു മിസ്സിങ്ങുകൾ. ഇപ്പൊ ഡാഡിയുടെ ഒരു കോൾ എനിക്ക് വരില്ല, ഡാഡിയുടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടില്ല. അതൊക്കെ ഇടയ്ക്ക് മിസ്സിങ് ആയി. ഇടയ്ക്ക് ഡാഡി എന്ന് വിളിക്കാൻ ഡാഡി ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. പക്ഷെ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും മിസ്സാവുക. നമ്മുടെ ഫോണിൽ വരാത്ത ഡാഡിയുടെ കോള്, ഞാൻ എടുത്തു നോക്കുമ്പോൾ കാണുന്ന മിസ് കോളുകൾ, അതൊക്കെ മാക്സിമം അതൊന്നൊക്കെ ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിലും മമ്മീനെ കാണുമ്പോൾ വീണ്ടും നമ്മൾ തകർന്നു പോകും. മമ്മീനെ കാണുമ്പോൾ നമുക്ക് ഡാഡിനെ ഓർമ്മ വരും, മമ്മീനെയും അനിയനെയും അനിയത്തിമാരെയൊക്കെ കാണുമ്പോൾ. ഈ സിനിമകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ മാക്സിമം എൻഗേജ്ഡ് ആവുന്നതും ആ ഏരിയയെ പറ്റി ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എങ്ങനെയൊക്കെ എൻഗേജ്ഡ് ആയിരുന്നാലും നമ്മൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ എൻ്റെ അനിയത്തി പറയും എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. ഇപ്പൊ അവര് ന്യൂസിലാൻഡിൽ ഉണ്ടാവുമ്പോൾ, ന്യൂസിലാൻഡിൽ പോയി ഒരു അനിയത്തി, അവര് ഇവിടെ ഉണ്ടാവും വിചാരിക്കാം. ഞാൻ വിചാരിക്കും വീട്ടിലുണ്ടാവും ലൊക്കേഷനിലേക്ക് വരുമ്പോ. അങ്ങനെ ഓരോരോ പരിപാടികൾ. ചിരിച്ചത് പറയാൻ പറ്റുന്നത് വലിയ ഒരു കരുത്താണ് ഷൈൻ. അല്ല, ഡാഡിയുടെ വളരെ ചെറുപ്പത്തിൽ ഡാഡി ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ചെറുപ്പത്തിലും ഈ പഠിക്കുന്ന സമയങ്ങളിലും ഒക്കെ ഉപ്പമാരെയും അച്ഛന്മാരെയും ഉമ്മമാരെയൊക്കെ നഷ്ടപ്പെടുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ ബോർഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ബോർഡിങ്ങിലേക്ക് വരുന്ന ഒരിക്കൽ ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട്, ഏഴാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ ബോർഡിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെ ഒരു എക്സ്കേർഷന് കൊണ്ടുപോയി. അപ്പോൾ ഇന്ത്യൻ മൂവി കാണാൻ ഞങ്ങളെ കയറ്റി, ബോയ്സ് ഓണിൽ. അതിൻ്റെ ഇടയിൽ സ്കൂൾ ബസ്സിന്റെ നമ്പർ കാണിക്കും. എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോ സിനിമ കഴിഞ്ഞപ്പോ പറയായിരുന്നു അതിലൊരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു. അത് അറിയിക്കാനും അവനും എടുത്തുകൊണ്ട് പോകാനുമാണ് ആ സ്കൂൾ ബസ്സിന്റെ നമ്പർ കാണിച്ചത്. എന്നിട്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി. അപ്പൊ അവന്റെ അച്ഛനെ ദയിപ്പിക്കുന്ന ചടങ്ങും പരിപാടികളൊക്കെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഈ ബോർഡിങ്ങിൽ നിന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനത്തെ ഒരു കോൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. മരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം മരിക്കണേ എന്ന് പറയായിരുന്നു. അത് മമ്മിയും പറയും, മമ്മിയാണ് ആദ്യം പോകേണ്ടിരുന്നത്, ഡാഡിയല്ല ആദ്യം പോകേണ്ടിരുന്നത്. പക്ഷെ ആ സമയങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ഇപ്പൊ 42 വയസ്സായി. പക്ഷെ ഇപ്പോഴും നമുക്ക് അത് പോരാ, ഇപ്പോഴും നമ്മൾ തന്നെയാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കും, അയ്യോ അന്നപ്പോ അച്ഛൻ മരിച്ചവര് ഉമ്മ മരിച്ചവരൊക്കെ എങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്ത് എന്നുള്ളതാ. കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും ഒരുപാട് മിസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കും. എല്ലാ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ഈ എന്താ പറയുക ശാസ്ത്രീയതയൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാലും അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ട്, നമ്മളെ കാണുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഇനിയുള്ള ഷൈൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇനിയുള്ള ഷൈൻ്റെ അധ്വാനം, ഇനി ഷൈൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ, നയിക്കാൻ പോകുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അതായിരിക്കും അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന അദ്ദേഹത്തിനോടുള്ള ട്രിബ്യൂട്ട് ആയിട്ടുള്ളതല്ല. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ജീവിച്ച് തീർക്കണം. നമ്മളും ഇവിടുന്ന് പോകണം. ആരുടെയും ട്രിബ്യൂട്ടായിട്ടല്ല. നമ്മൾ മറ്റുള്ളവരെ ആരും വേദനിപ്പിക്കാൻ പാടില്ല. അത് ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ. മരിച്ചവർക്ക് വേദനിക്കുന്നുണ്ടോ സന്തോഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അവര് തിരിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവർക്ക് ഈ ചെറിയ ഇമോഷൻസ് ഒന്നും അവര് പിന്നെ അറിയുകയോ ഒന്നുമില്ല. അവര് കുറച്ച് വലിയൊരു കോൺഷ്യസ്നെസിന്റെ ഭാഗമായി, ചെറിയ കോൺഷ്യസ്നെസ്സിൽ നിന്ന്, നമ്മളെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ചെറിയ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വലിയൊരു കോൺഷ്യസ്നെസിന്റെ ഭാഗമായി. അവിടെ മിഠായി കിട്ടാത്തതിന്റെ വേദനയും മക്കൾ അനുസരിക്കാത്തതിന്റെ വേദനയൊന്നുമില്ല. അതിനപ്പുറത്തേക്കുള്ള വേദനകളും സമാധാനങ്ങളും, മെയിനായിട്ട് സമാധാനം ആയിരിക്കും അവര്. അതിനെക്കുറിച്ചല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച്, നീ മരിച്ചവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കൂ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൈൻ കടന്നു പോയിട്ടുള്ളൊരു ജീവിതത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡ്രഗ് ഫേസ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ പലപ്പോഴും ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ പലപ്പോഴും ഒരു ബ്രാൻഡ് അംബാസിഡറൊക്കെ ആവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സഞ്ജയ് ദത്തിനെ പോലുള്ളവരൊക്കെ. ഇപ്പോൾ ഉള്ളൊരു യുവാവിന് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഇപ്പോൾ ഒരിക്കലും ഡ്രഗ്സിലേക്ക് നിങ്ങൾക്ക് പോകരുത്, നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ലഹരി ജീവിതം മാത്രമായിരിക്കണം എന്ന് പറയുന്ന
ഒരു ഷൈനെ, ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഷൈനെ കാണാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരാളെയും അങ്ങനെ പാടില്ല, അത് അരുത് എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല ആക്ച്വലി. കാരണം നമ്മൾ പുകവലിക്കാത്തത് കൊണ്ട് പുകവലിക്കുന്നവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഓരോ സമയം ഉണ്ടാവും ഇത് തുടങ്ങാനും നിർത്താനും. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങളത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്രൂശിക്കും അല്ലെങ്കിൽ തള്ളിപ്പറയും, അങ്ങനെയല്ല. അവർ ചെയ്താലും നിങ്ങൾക്ക് ചെയ്ത് തീരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, തിരിച്ചു വരണം നിങ്ങൾ ഇതിലേക്ക്. കാരണം ആത്യന്തികമായിട്ട് ഒന്നിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടില്ല. ഒരു ലഹരിയിൽ നിന്നും കിട്ടില്ല, ഒരു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടില്ല. അത് പട്ടിണി കിടന്നാലും മണിച്ചേട്ടൻ പറയണ പോലെ ഇത് പട്ടിണി കിടന്നിട്ട് ഉണ്ടായ എനർജിയാ മോനെ എന്ന് പറയില്ലേ, അത് ഉള്ളിൽ നിന്നുണ്ടാവണ എനർജിയാ. അത് അള്ളാഹ് തരുന്നതാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ഭഗവാൻ തരുന്നതാണ്, കർത്താവ് തരുന്നതാണെന്ന് പറയും. എന്താണെങ്കിലും അത് ഉള്ളിൽ നിന്നുണ്ടാവണം. പുറത്തുനിന്ന് ഒരു വസ്തുവിനെയും നമ്മളെ അശുദ്ധമാക്കാനേ പറ്റില്ല. ഉള്ളിൽ നിന്ന് വരുന്ന പക്ഷെ ഒരു ചിന്ത മതി, ഞാൻ നല്ലതല്ല, എനിക്ക് നന്നാവാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകും. പക്ഷെ എനിക്ക് പറ്റും, ഞാൻ നന്നാവും, എനിക്ക് നന്നായി മുന്നേറാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്, അത് ഉള്ളിൽ നിന്ന് നമുക്ക് മുന്നേറാൻ പറ്റും. അപ്പോൾ ഇത് അരുത് എന്നല്ല, ആണെങ്കിൽ അത് നിനക്ക് നിർത്തി എപ്പോ ആണെങ്കിലും നമ്മുടെ കൂടെ ചേരാം, ലൈഫ് ചൂസ് ചെയ്യാം. അത് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും പല പല സമയങ്ങളിലായിരിക്കും മാത്രം. അത് എന്തായാലും തിരിച്ചറിയപ്പെടുമോ എല്ലാവരും. അവർ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണം. ഞാൻ മീശ എന്നുള്ള സിനിമയുടെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പം പടം കണ്ട? അതെ. എപ്പോ? അതിന്റെ പ്രൊമോഷണൽ ടീം ആ സിനിമയുടെ ഞാൻ സിനിമ കണ്ടിരുന്നു. അതിന്റെ ഫെസ്റ്റിവൽ കട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷൈൻ്റെ ഡയലോഗുകൾക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കെ ഈ ഡയലോഗിന്റെ തുടക്കം തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ അപ്പോൾ വ്യക്തത ഉണ്ടാവില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് സെറ്റാവുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ജീപ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഡയലോഗുകളുണ്ട്, ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഡയലോഗുകളുണ്ട്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഇഷ്കിൻ്റെ ചെറിയൊരു പരിച്ഛേദമുണ്ട് ആ റോളിനും. ഞാൻ നോക്കുമ്പോൾ നല്ല വ്യക്തതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അതാണ്, ആദ്യം മുതലേ വ്യക്തത, അതെ ആദ്യം തൊട്ടേ വ്യക്തതയുണ്ട്. എങ്ങനെയുണ്ട് അതിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, മീശ വെച്ച ആണുങ്ങൾ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് റോ പോലത്തെ, വളരെയധികം റോ ആണ്. കുറച്ചും കൂടി സമൂഹത്തിൽ ഈ സത്യങ്ങൾ മറയില്ലാതെ പറയുന്നതിന്റെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഷൈൻ്റെ മികച്ചൊരു പെർഫോമൻസ് ആണ്. ഷൈനി അന്ന് ആദ്യമായി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, മനീഷ് നാരായണന്റെ ദ ക്യൂവിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് എൻ്റെ സ്വയം നിയന്ത്രണം കിട്ടിയൊരവസ്ഥയുണ്ട് എന്നുള്ളത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഷൈൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഷൈൻ്റെ കൈകളിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതിനെങ്ങനെ വിവരിക്കുക? കോൺഫിഡൻസ് അങ്ങനെ നമുക്ക് എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ചുറ്റും പ്രലോഭനങ്ങൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതായത് ടെംപ്റ്റേഷൻസ്, അത് വളരെയധികം കൂടുതലാണ്. അത് ഇപ്പൊ ഉണ്ടാവുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ കുറച്ച് വീടിനോട് അകന്ന് പോകും തോറും അത് കൂടുതലായിട്ട് വരും. നമ്മൾ എത്ര എതിർക്കുന്നു അത്രയും ശക്തമായിട്ട് തിരിച്ചു വരും. അപ്പൊ അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ടെൻഷൻസ് ഉണ്ട്. എന്നാലും കാണപ്പെടാത്ത സ്ഥലത്തിരുന്ന് ആരെങ്കിലും ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. കയ്യിലെ ബോള് എക്സസൈസിന്റെ ഭാഗമാണോ? എക്സസൈസോ എങ്ങനെ പോകുന്നു ഇപ്പൊ ചികിത്സയൊക്കെ? ചികിത്സ ഇത് സ്റ്റിച്ച് അഴിച്ചു, ഫിസിയോ ഉണ്ട്. അപ്പൊ കുറച്ചു കാലം ഇങ്ങനെ വെച്ച് ഇപ്പൊ ഹീലിംഗ് ടൈം ആയതുകൊണ്ട് സ്ലിങ്ങിൽ തന്നെ ഇടണം. അപ്പൊ ഡെയിലി ഇത് നിവർത്താനും മടക്കാനും ഉള്ള എക്സസൈസാ. അതിന്റെ ഇടയിൽ ഈ വിരല് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാനും ഇങ്ങനെ സ്റ്റക്കായി പോവാതിരിക്കാൻ ആണ് ഈ ബോള് തന്നിട്ടുള്ളത്. അപ്പൊ ബോൾ കൊണ്ടുള്ള പഴയ റിഫ്ലക്ഷൻസും ഒക്കെ തിരിച്ചു വരാനുള്ള പരിപാടികളും. കാരണം 21-ാം തീയതി ഷൂട്ട് തുടങ്ങും. അപ്പോ അതിന് ബാംഗ്ലൂരിലുള്ള ഷൂട്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ലല്ലോ. നമുക്ക് കൈക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് തോന്നാൻ പാടില്ല. അതിന് സമയം എടുക്കും, വെയിറ്റ് ഒക്കെ എടുക്കാൻ. പക്ഷെ നോർമലി ഇരിക്കുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഇരിക്കണം ഈ കൈ. അപ്പൊ 18-ാം തീയതി ഡോക്ടർ കണ്ടിട്ട് സ്ലിങ് കഴിക്കും, 19-ാം തീയതി പോവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ബോളും ഈ ആക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യണത്.